ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? ഓക്കെ, എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. എന്താണ് യൂണിറ്റ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ പെർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് വേ ഓഫ് മെഷറിംഗ് ഓർ എക്സ്പ്രസിംഗ് ഡ്യൂറേഷൻസ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 60 സെക്കൻഡ്സ്. 60 സെക്കൻഡ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 60 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 1 മിനിറ്റ് ആണ്, അല്ലേ? അപ്പം 1 ഹവർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ്സ് വരും? 60 മിനിറ്റ്സ് ആണ് 1 ഹവർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡേ എത്ര ഹവേഴ്സ് ആയിരിക്കും? 24 ഹവേഴ്സ് ചേരുമ്പോഴാണ് ഒരു ദിവസമാകുന്നത്, അല്ലേ? ഓക്കെ, അപ്പം 1 വീക്കിൽ എത്ര ഡേയ്സ് കാണും? ഹൗ മെനി ഡേയ്സ് ഇൻ എ വീക്ക്? 7 ഡേയ്സ് കാണും, അല്ലേ? അപ്പോൾ 14 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ പറയാം? 1 ഫോർട്ട് നൈറ്റ് എന്നാണ് 14 ഡേയ്സ് ആകുമ്പോൾ നമ്മൾ പറയുന്നത്. ഇനിയും ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ട്? 28 ഡേയ്സ് ഉണ്ട്, അല്ലേ? അതായത് ഒരു റെഗുലർ ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ 28 ഡേയ്സ് കാണും. ഇനി ഒരു ലീപ്പ് ഇയർ ആണെങ്കിലോ ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് കാണും? 29 ഡേയ്സ് കാണും. ഓക്കെ, ഇനി 30 ഡേയ്സ് ഉള്ള മന്തുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ ആൻഡ് നവംബർ. ഓക്കെ, ആ മന്ത്സ് എത്ര ഡേയ്സ് കാണും? 30 ഡേയ്സ് കാണും. 31 ഡേയ്സ് ഉള്ളതോ? ജാനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ ആൻഡ് ഡിസംബർ. ഇനി 365 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്? ഒരു റെഗുലർ ഇയർ ആണ്. ഒരു റെഗുലർ ഇയർ ആണെങ്കിൽ അതിൽ 365 ഡേയ്സ് കാണും. ഇനി ഒരു ലീപ്പ് ഇയർ ആണെങ്കിലോ 366 ഡേയ്സ് കാണും. ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ എന്താ? ഒരു എക്സ്ട്രാ ഡേ നമ്മൾ ആഡ് ചെയ്യുക, അല്ലേ? ടു ദ എൻഡ് ഓഫ് ദ ഷോർട്ടസ്റ്റ് മന്ത്. അപ്പോൾ ഷോർട്ടസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഏതാണ്? ഫെബ്രുവരി ആണ്. അപ്പോൾ ഫെബ്രുവരിയിൽ 28 ഡേയ്സിന് പകരം 29 ഡേയ്സ് വരുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പം എത്ര വരും? 366 ഡേയ്സ് വരും ആ ഇയറിൽ. സോ അപ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ലീപ്പ് ഇയർ എന്ന് പറയാം. നെക്സ്റ്റ് 12 മന്ത്സ് നമുക്കറിയാം. 1 ഇയർ, അല്ലേ? 1 ഇയറിൽ എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ഉണ്ട്. ദെൻ 10 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ അതിനെ 1 ഡെക്കേഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 100 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? 1 സെഞ്ചുറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.